യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് രക്ഷ കൈവരുന്നു. ധാർമ്മിക ജീവിതത്തിൽ നമ്മെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ദൈവവചനമാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് പ്രവർത്തിക്കുമ്പോൾ നാം ക്രിസ്തുവിന് സാക്ഷികളായിത്തീരുന്നു. ഇന്ന് നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ അനീഷ് മുണ്ടിയാനിക്കൽ അച്ഛനാണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഈശോയിലേറ്റ സ്നേഹമുള്ള ക്ഷേമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് വചന സന്ദേശത്തിലൂടെ പങ്കുവച്ച് നൽകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യമാണ്. നമ്മളൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്. മധ്യസ്ഥ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിട്ട് നടത്തുന്നവരും, സ്വന്തമായിട്ട് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നവരും, അതുപോലെ തന്നെ ലോകം മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരുമൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വിവിധങ്ങളായ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എപ്രകാരം എത്തുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ അതിനുവേണ്ടി എടുക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായമാണ്. തോബിത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം മുഴുവൻ പ്രാർത്ഥനയുടെ അധ്യായവും, അതുപോലെ തന്നെ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എങ്ങനെയാണ് എത്തുന്നതെന്ന്, പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്ന റപ്പായൽ മാലാഖ നമുക്ക് പറഞ്ഞു തരുന്നതുമായ വിശദീകരണങ്ങളാണ് ഈ ഒരു അധ്യായത്തിലുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. തോബിത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. ആരുടെയൊക്കെയാണ് ഈ പ്രാർത്ഥനകൾ? 2 പേരുടെ പ്രാർത്ഥന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയത്. ഒന്ന്, തോബിത്ത് എന്ന് പറയുന്ന ബൈബിള് പഠിപ്പിക്കുന്ന നീതിമാനായ മനുഷ്യരിൽ ഒരാൾ, അതാണ് തോബിത്ത്. നീതിമാനാണെങ്കിലും ഒത്തിരിയേറെ ദാരിദ്ര്യത്തിലൂടെ, വിഷമങ്ങളിലൂടെ, കഷ്ടപ്പാടിലൂടെ, അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പെട്ടെന്നുണ്ടായ രോഗാവസ്ഥ, 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, കുടുംബത്തിലെ പട്ടിണി, ദാരിദ്ര്യം, ഒരു മകനുണ്ട്, ആ മകന് വിവാഹപ്രായമായി, അതുപോലെ തന്നെ ഭാര്യയാണ് ജോലി ചെയ്യുന്നത്, ആ ഭാര്യയുമായിട്ടുള്ള പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, അതായത് അവർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ നീതിമാനായ തോബിത്താണ്. ഈ തോബിത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരാൾ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയത്. 2-ാമത്തെ ആൾ സാറായാണ്. സാറ, പ്രിയപ്പെട്ടവരെ, സാറ എന്ന് പറയുന്ന വ്യക്തി റഗുവേലിൻ്റെ മകളാണ്. അവർ ഒരു നാട്ടിലല്ല താമസിക്കുന്നത്, കിലോമീറ്ററുകൾക്ക് അല്ലെങ്കിൽ മൈലുകൾക്ക് അപ്പുറം താമസിക്കുന്ന റഗുവേൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകളാണ് ഈ സാറ എന്ന് പറയുന്ന പെൺകുട്ടി. അവളുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിവാഹിതയായി 7 തവണ വിവാഹം കഴിച്ചിട്ടും
ആ 7 ഭർത്താക്കന്മാരും നഷ്ടപ്പെട്ട, അതായത് മരണത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലുള്ള ഒരു മകളാണ് ഈ സാറ എന്ന് പറയുന്ന വ്യക്തി. അതായത് വിവാഹബന്ധത്തിൽ തുടരാൻ പറ്റാതെ, കുടുംബജീവിതം നയിക്കാൻ പറ്റാതെ, അതിനുള്ള ആഗ്രഹമുണ്ടായിട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു മകള്. റഘുവൽ എന്ന് പറയുന്ന സമ്പന്നനായ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പ്രമാണിയുടെ മകളാണ് സാറ എന്ന് പറയുന്ന വ്യക്തി. സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഉണ്ട്, സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, കഴിവുകളുണ്ട്, വിവാഹത്തിനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെ എന്തോ കാരണം കൊണ്ട് ഈ വിവാഹം മുടങ്ങിപ്പോകുന്ന അവസ്ഥ. ഒത്തിരിയേറെ ഈ 2 പേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. തോബിത്ത് എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ ചിന്തയിൽ എടുക്കുകയാണെങ്കിൽ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനും, അതുപോലെ തന്നെ സാറ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ വിവാഹപ്രായം കഴിഞ്ഞും വിവാഹിതയായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയും. ഈ 2 പേരും 2 നാട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഉദാഹരണത്തിന് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1-ാമത്തെ വചനം തോബിത്ത് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞ് ഹൃദയവതയോടെ പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് നീതിമാനാണ്, അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം എന്നെ കടാക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾക്കും ശിക്ഷ നൽകല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ മനോഹരമായൊരു പ്രാർത്ഥനാ രീതി നമുക്ക് തോബിത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ തോബിത്തിൻ്റെതായി കാണാം. തോബിത്തിൻ്റെ പ്രാർത്ഥന കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കർത്താവെ, കരുണ കാണിക്കണമേ. ഞാനോ എൻ്റെ പൂർവ്വപിതാക്കളോ മറ്റാരെങ്കിലോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവർ, ഈ തോബിത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയ പ്രാർത്ഥനയായതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ഈ പ്രാർത്ഥന എടുത്ത് വായിച്ച് നോക്കുക. ഒത്തിരി പ്രത്യേകതകളുള്ള പ്രാർത്ഥനയാണ്. ഒന്ന് എളിമപ്പെടിനോടുള്ള പ്രാർത്ഥന. തോബിത്ത് തന്നെ എളിമപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. തൻ്റെ കുറവുകളെ അംഗീകരിക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ പാപങ്ങളും പാപകരമായ ജീവിതങ്ങളും ഒക്കെ അംഗീകരിക്കുകയാണ്. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമിക്കണം, എന്നോട് കരുണ കാണിക്കണമേ. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താത്തതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മുടെ കുറവുകളെ അംഗീകരിക്കാത്തതാവാം, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ അംഗീകരിക്കാത്തതാവാം, നമ്മുടെ പാപത്തെക്കുറിച്ച് ശരിയാവണ്ണം ഏറ്റുപറയാത്തതാവാം. പാപങ്ങൾ ഏറ്റുപറയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഉത്തരം കിട്ടില്ല എന്ന് നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായത്തിൽ 1, 2, 3 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടല്ല, കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടല്ല, പക്ഷേ നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതിനാൽ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല. ഞാനും നീയും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്, ഞാനും നീയും തമ്മിൽ വലിയൊരു അകലമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരു ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ നമ്മൾ എളിമപ്പെട്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിക്കണം. തോബിത്ത് നീതിമാനായിരുന്നു. ഒരു കൊച്ചു പാപം പോലും ജീവിതത്തിൽ വരാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയല്ല. ഒരുപാട് പുണ്യപ്രവൃത്തികൾ, ഉദാഹരണത്തിന് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദശാംശം കൊടുക്കേണ്ട കാര്യത്തിൽ ദേവാലയത്തിൽ കൊടുക്കും, അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ കൈ കൊടുക്കും, അതുപോലെ അർഹതപ്പെട്ട പാവപ്പെട്ടവർ കൊടുക്കും. അങ്ങനെ 3 ദശാംശം 3 ഭാഗം ദശാംശമായിട്ട് മാറ്റിവെച്ച് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ മനുഷ്യൻ. ഇനിയും തോബിത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അന്യനാട്ടിലേക്ക് നിനവയിലേക്ക് പോയിട്ട് തിരികെ വരുന്ന സമയത്ത്, നിനവയിലേക്ക് നാട് കടത്തപ്പെട്ട ശേഷം തിരികെ വരുമ്പോൾ ആ തിരികെ വന്നതിൻ്റെ സന്തോഷത്തിന് വേണ്ടി മകനായ തോബിയാസും അമ്മയായ സാറയും കൂടി വിരുന്നൊരുക്കുമ്പോൾ ആ വിരുന്ന് ഭക്ഷിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം മകനോട് പറയുന്നുണ്ട്, പാവപ്പെട്ട ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോവാ, പാവപ്പെട്ടവരെ നീ ഗ്രാമത്തിലേക്ക് പോയി പാവങ്ങളെ വിളിച്ചുകൊണ്ട് പോവാ, ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന്, അല്ലെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പാവപ്പെട്ടവർ കൂടെ ഇല്ലാതെ എങ്ങനെ ഭക്ഷണം കഴിക്കും? അങ്ങനെ പാവപ്പെട്ടവനെ അന്വേഷിച്ച് പോകുന്ന മകനെ, അന്വേഷിച്ച് വിടുന്ന മകനെ നമുക്ക് കാണാൻ സാധിക്കും. മകനെ പാവപ്പെട്ടവരെ അന്വേഷിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പാവപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മയുള്ള തോബിത്ത്. ഇനി മകൻ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവൻ ആരെയും കിട്ടില്ല, പാവപ്പെട്ടവരെ ആരെയും കിട്ടുന്നില്ല. പകരം ഈ വഴിയരികിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് തോബിയാസ് കാണുന്നു. തിരിച്ചു വന്ന് അപ്പനോട് പറയുന്നു, അപ്പ അവിടെ ഒരാൾ മരിച്ചു കിടപ്പുണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് ഭക്ഷണമേശയിൽ നിന്നും എഴുന്നേറ്റ് ഓടുന്ന തോബിത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ മരിച്ച ആളുടെ മൃതദേഹം അടക്കം ചെയ്യാനായിട്ട് സന്ധ്യാനേരമായി. ആ സന്ധ്യാനേരത്ത് മൃതദേഹം അടക്കം ചെയ്യാനായിട്ട്, അതായത് നിയമപ്രകാരം തെറ്റായ കാര്യമാണ്, സന്ധ്യാനേരത്ത് മൃതദേഹം അടക്കം ചെയ്യാൻ പാടില്ല. പക്ഷേ തോബിത്ത്
ഒരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതായത് ആ വ്യക്തിയുടെ മൃതശരീരം അടക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതിനുശേഷം തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത്. ഇദ്ദേഹം കിടന്നിരുന്ന മതിലിന് മുകളിലിരുന്ന കുരുവികൾ കാഷ്ടിക്കുന്ന ചുടുകാഷ്ടം ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ വീണിട്ട് 2 കണ്ണിൻ്റെയും കാഴ്ചശക്തി. അങ്ങനെ പുണ്യപ്രവൃത്തി ചെയ്യാൻ പോയതിൻ്റെ പേരിൽ നഷ്ടങ്ങളുണ്ടായ വ്യക്തിയാണ് ഈ തോബിത്ത്. എന്നിട്ടും തോബിത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ കേൾക്കണം. അത്രയും, അതായത് അതുപോലെ പാപം ചെയ്യാത്ത നീതിമാനായ വ്യക്തി, ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തി, ഈ വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്നോട് കരുണ കാണിക്കണമേ, ഞാൻ അറിയാതെയോ അറിഞ്ഞോ ഏതെങ്കിലും പാപം വന്നിട്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥന. പ്രിയപ്പെട്ടൊരു കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ മാറ്റാൻ പറ്റില്ലല്ലോ. ഇദ്ദേഹം നീതിമാനാണ്, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്. പക്ഷേ ദാരിദ്ര്യം എന്ന അവസ്ഥ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അതായത് ഒരു രോഗാവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള തോബിത്തിൻ്റെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയതായിട്ട് നമ്മൾ കാണുന്നത് സാറായുടെ പ്രാർത്ഥനയാണ്. സാറ അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. ഇങ്ങനെയാണ് 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നത്. അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. മേദിയായിലെ എഗ്ബത്താനയിൽ റഗുവേലിൻ്റെ മകൾ സാറായെ അവളുടെ പിതാവിൻ്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു. 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണ് അവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഓരോ ഭർത്താവും അസ്മോദേവോസ് എന്ന പിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ അവളുടെ പരിചാരകർ അവളെ കളിയാക്കി. അതായത് ചിലരൊക്കെ പറയും, നീയാണ് അവരെ കൊന്നുകളഞ്ഞത്, അല്ലെങ്കിൽ നിനക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്, നിനക്ക് ശാപമേറ്റതുകൊണ്ടാണ്, നിനക്ക് വലിയ പ്രശ്നമുള്ളതുകൊണ്ടാണ്, നീ വലിയ പ്രശ്നക്കാരിയാണ്, നീ നിൻ്റെ ഭർത്താക്കന്മാരെ കൊന്നുകളഞ്ഞതാണ്. ഇങ്ങനെ ഒത്തിരിയേറെ ദുരാരോപണങ്ങൾ പ്രിയപ്പെട്ടവരെ അഭിമുഖീകരിക്കുന്ന ഒരു മകളാണ് ഈ സാറ. അന്ന് ആ ദിവസം, അതായത് തോബിത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം, അന്ന് യഗ്ബത്താനയിൽ, അതായത് മൈലുകളോളം അപ്പുറത്ത് നടന്നൊരു കാര്യമാണ്. അവിടെ ഇവളുടെ പരിചാരികമാർ, സാറയുടെ പരിചാരികമാർ സാറയെ കുറേ കളിയാക്കിക്കൊണ്ടിരുന്നു. ഈ കളിയാക്കലുകൾക്കൊടുവിൽ സത്യം എന്താണെന്ന് സാറായിക്കറിയാം. സാറ വിവാഹം കഴിക്കുന്നു, അന്ന് രാത്രി തന്നെ ഭർത്താവ് മരിക്കുന്നു. അതല്ലാതെ മറ്റൊന്നും അവൾക്കറിയില്ല. അല്ലാതെ അവൾ ആരെയും കൊന്നിട്ടില്ല, അവളായിട്ട് ചെയ്ത് തെറ്റൊന്നുമല്ല. അവളും നിഷ്കളങ്കയാണ്. പ്രിയപ്പെട്ടവരെ, അവളും നീതിയുള്ള പെൺകുട്ടിയാണ്, പാപം ചെയ്യാത്ത പെൺകുട്ടിയാണ്. പക്ഷേ എങ്കിലും അവൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഇവൾ ചെയ്യുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ അവൾ വിചാരിക്കുകയാണ്, എന്നാൽ തൂങ്ങി മരിച്ചു കളഞ്ഞേക്കാം. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. 3-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. തൂങ്ങി മരിച്ചേക്കാം, ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ഈ നാണക്കേടിന് നടുവിൽ എന്തിനു ജീവിക്കണം? പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലേക്കുമൊക്കെ കടന്നു വരുന്ന ചിന്തയാണിത്. ഇനി എന്തിനു ജീവിക്കണം? സാമ്പത്തിക പരാധീനതകൾ, കുടുംബത്തിലെ ബന്ധങ്ങൾ മുന്നോട്ട് നന്നായിട്ട് പോകുന്നില്ല, വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, എല്ലാം കൊണ്ടും പരാജയം. പിശാചായിരിക്കാം എന്ന് അറിയാമെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ മൂലമോ ഒക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി എന്തിനു ജീവിക്കണമെന്നോർത്ത് ഇവിടെ നിരാശപ്പെട്ട് മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സാറ മരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. പക്ഷേ എങ്കിലും അവൾ മരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കാണ്, എൻ്റെ അപ്പന് ഞാൻ മാത്രമുള്ള ഒരു മോള്, അപ്പൻ്റെ മോളാണ് ഞാൻ, എനിക്ക് അപ്പന് ഒരു മോളേ ഉള്ളൂ, ഞാൻ മാത്രം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പന് അതിൻ്റെ കൂടെ ദുഃഖം വരും. അതുകൊണ്ട് അവൾ പോയിരുന്ന് പ്രിയപ്പെട്ടവരെ കിളിവാതിലിലൂടെ വീടിൻ്റെ കിളിവാതിലുകളുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് പറയുന്നത്. കിളിവാതിലുകൾക്ക് അടുത്ത് നിന്ന് അവൾ അവിടുത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, പരിശുദ്ധവും സംഭവിച്ചതുമായ അങ്ങയുടെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടട്ടെ. അതായത് സാറയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, സാറ എളിമപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ദുരിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഒരാൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? സാറ നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആത്മഹത്യയുടെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ, നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ സാറയെ പോലെയാണ് നീ നിൽക്കുന്നതെങ്കിൽ, കർത്താവിനെ സ്തുതിക്കാൻ നോക്ക്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ ആരാധിക്കാൻ പ്രത്യേകിച്ച് കാരണത്തിൻ്റെ ആവശ്യമില്ല. നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം ചൊരിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല അതിന് കാരണം. പിന്നെയോ ദൈവം നിന്നെ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കടപ്പെട്ടവരാണ്. നിൻ്റെ ആരാധനയും സ്തുതിയും അല്ല ദൈവത്തെ ഉയർത്തുന്നതെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഉയർച്ച വരാൻ, നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് സാറ ഇത്രയേറെ ഹൃദയവ്യതയുടെ നടുവിലും മാനസിക സംഘർഷത്തിന് നടുവിലും അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പലപ്പോഴും പലരോടും ദൈവത്തെ സ്തുതിച്ചാരാധിക്കാനും സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും പറയുമ്പോൾ വളരെ മടിയോടെ നിൽക്കുന്നത് കാണാറുണ്ട്. പക്ഷേ നിങ്ങൾ സാറ ചെയ്തത് നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ.
ആ മകള് ഈ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. അങ്ങനെയാണ് പറയുന്നത്, അവൾ കർത്താവേ പരിശുദ്ധവും സംഭൂജ്യമായ അങ്ങയുടെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടട്ടെ, എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നേക്കും വാഴ്ത്തട്ടെ, എൻ്റെ ദൃഷ്ടികളും മുഖവും ഇതാ അങ്ങയുടെ നേരെ തിരിഞ്ഞു നിൽക്കുന്നു, അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, എത്ര വേദനയോടെയാണ് ഈ മകൾ, എത്ര ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നത്, എത്ര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇതാ ഞാൻ എൻ്റെ മുഖം അങ്ങയുടെ മുമ്പിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ, ഞാൻ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. കർത്താവേ, ഞാൻ പുരുഷന്മാരുമായിട്ട് പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. ഈ പ്രവാസത്തിൽ എൻ്റെയോ പിതാവിൻ്റെ പേരിൽ ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിൻ്റെ ഏകജാതയാണ് ഞാൻ, അവകാശിയായി അവന് വേറെ മക്കളില്ല. എനിക്ക് ഭർത്താവാകാൻ അവൻ ഉറ്റവരുടെ മകനോ ഇല്ല. എൻ്റെ 7 ഭർത്താക്കന്മാർ മരിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. നോക്കിയ പ്രിയപ്പെട്ടവരെ, ദൈവം കേട്ട, സ്വർഗം സ്വീകരിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഈ മകളുടെ പ്രാർത്ഥനകൾക്ക് അവൾ മരിക്കാൻ തീരുമാനമെടുത്തതാണ്, ആത്മഹത്യ ചെയ്യാൻ. പക്ഷേ എങ്കിലും അതിന് തയ്യാറായില്ല. അപ്പന് വിഷമം ഉണ്ടാകണ്ടല്ലോ എന്നോർത്ത് അതിൽ നിന്ന് തരാതെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. എന്നിട്ടോ അവളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്, ദൈവമേ നീ എന്നെ അങ്ങ് എടുത്തോ, എൻ്റെ ജീവിതം എടുത്തോ, എനിക്കിനി ജീവൻ വേണ്ട. പക്ഷേ ഈ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിതമില്ലാതാകുന്ന നീ തന്ന ജീവൻ നീ തിരിച്ചെടുക്കുക. പ്രിയപ്പെട്ടവർ, ഇത് ചലഞ്ചിങ് പ്രെയറാണ്. ദൈവത്തെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റ് ഉത്തരം കൊടുക്കാൻ നിർബന്ധിതമാകുന്ന പ്രാർത്ഥനയാണത്. എന്നിട്ട് അവൾ പറയുന്ന കാര്യം നോക്കണം, ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ ഒരു പുരുഷനുമായി പാപം ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവർ, അവളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ഞാൻ ആരുമായിട്ടും തെറ്റ് ചെയ്തിട്ടില്ല, പാപം ചെയ്യാതെയാണ് ഞാൻ ജീവിച്ചത്, ഞാൻ ആരുടെയുമായിട്ട് പ്രിയപ്പെട്ടവരെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. പക്ഷേ മനുഷ്യരായ നമ്മൾ ഒരുപക്ഷെ പാപം ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ പാപത്തിന് നടുവിലായിരിക്കാം. നമുക്ക് ഇതുപോലെ സാറ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. പക്ഷേ കുമ്പസാരം എന്ന കൂദാശ ഈശോ നമുക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. പാപം മുഴുവൻ കർത്താവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് ഞാനും നിങ്ങളും വന്ന് നിന്ന് സാറ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞാൻ പാപിയാണ്, പക്ഷേ കർത്താവേ എൻ്റെ പാപങ്ങളും നിൻ്റെ കരങ്ങൾ കൊണ്ട് ആശീർവദിച്ച് നിൻ്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിച്ച് പാപമോചനം നേടിയ വ്യക്തിയാണ് ഞാൻ. കർത്താവേ എന്നോട് കരുണ തോന്നണമേ, കർത്താവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്, ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ, ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമായ പ്രാർത്ഥനയാണ്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവേ ഇനിയും ഞാൻ ജീവിക്കണമെന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ അങ്ങ് എനിക്ക് നല്ലൊരു ജീവിതം നൽകണം. ഇനിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങയെ സ്തുതിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങ് എനിക്ക് അനുഗ്രഹം നൽകണം. വ്യക്തമായ പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. ഇനി ഇതാണ് നമ്മൾ കാണുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അവസാനം പറയുകയാണ്, ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. തോബിത്തിൻ്റെ പ്രാർത്ഥനയും യഗ്ബത്താനയിൽ നിന്നുള്ള സാറയുടെ പ്രാർത്ഥനയും. എന്നിട്ട് അടുത്ത വചനം, അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ, തോബിത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകുവാനും റഗ്വേലിൻ്റെ പുത്രി സാറായെ തോബിത്തിൻ്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും അസ്മാദേവുസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കിയേ, ദൈവത്തിൻ്റെ വഴി നമ്മൾ ചിന്തിക്കുന്ന വഴിയല്ല. വചനം പഠിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, മനുഷ്യൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ആ വ്യക്തി ചിന്തിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്ന വഴി ഇതാണ്, എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് ജീവിതകാലത്ത് ഒരു നല്ലൊരു ജോലി കിട്ടി, അതുവഴി വീട് പണിത് അതുവഴി നന്നായിട്ട്. പക്ഷേ ദൈവം കൊണ്ടുവരുന്ന വഴി അതായിരിക്കണം ഒരു നിർബന്ധവുമില്ല. തോബിത്തും സാറായും 2 നാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ 2 പേരുടെയും പ്രാർത്ഥന ഉയരുന്നത് ഒരേ സ്വർഗത്തിലേക്കാണ്, ഒരേ ദൈവത്തിന് മുമ്പിലേക്കാണ്. ദൈവം തീരുമാനിക്കുന്നത് ഈ 2 കുടുംബങ്ങളെ കൂട്ടി യോജിപ്പിച്ചാൽ, ഈ 2 കുടുംബങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ ഈ 2 കുടുംബങ്ങളുടെയും പ്രശ്നം തീരും. അതിനുവേണ്ടി ദൈവം തീരുമാനമെടുക്കുകയാണ്. അസ്മാദേവോസ് എന്ന പിശാചിനെ ബന്ധിച്ച് സാറായുടെ വിവാഹ ജീവിതത്തെ വിശുദ്ധമാക്കുവാനും സ്ഥിരമായ വിവാഹ ജീവിതം നൽകാനും, അതുപോലെ തോബിത്തിൻ്റെ കണ്ണിലെ കാഴ്ചയുടെ ശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ദൈവം ക്രമീകരിക്കുന്ന ഒറ്റ വഴിക്കാണ്. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അതായത് തോബിത്തിൻ്റെ മകൻ തോബിയാസും സാറായുടെ മകൾ റഗുവേലിൻ്റെ മകൾ സാറായും തമ്മിലുള്ള വിവാഹം നടക്കുക. ആ ഒരു പദ്ധതിയുമായിട്ട് ദൈവം മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനായി ദൈവം റപ്പായൽ എന്ന മാലാഖയെ നിയോഗിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന നടത്തുന്നവർക്ക്
പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, സ്വർഗത്തെ നോക്കി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം മാലാഖയെ അയക്കും. അവനെ സഹായിക്കാൻ, അവളെ സഹായിക്കാൻ, കൃത്യസമയത്ത് ഇടപെടാൻ ആ മാലാഖ നിന്നെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നയിക്കും, ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അവസാനം കാണുന്നുണ്ട്, തോബിത്തിന് കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. സാറായും തോബിയാസും തമ്മിലുള്ള വിവാഹം നടന്നു. തോബിത്തും കുടുംബവും സമ്പത്തുള്ള കുടുംബമായി മാറി. സാറായുമായിട്ടുള്ള വിവാഹം വഴി, സമ്പത്തുള്ള സാറായും വിവാഹം ചെയ്യുക വഴി തോബിയാസും തോബിത്തും സമ്പന്നന്മാരായിട്ട് മാറി. ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് പ്രിയപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നീതിമാൻ്റെ പ്രാർത്ഥനയും സത്യസന്ധതയുള്ള പ്രാർത്ഥനയും ഉത്തരം ലഭിക്കുമെന്ന് തിരിച്ചറിയുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, നമ്മുടെ പ്രാർത്ഥനകളെ ഒന്നിപ്പിക്കുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് സ്വർഗത്തിൻ്റെ ഈ ഭൂമിയിലെ പ്രതീകമാണ്. സ്വർഗം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് മനുഷ്യ മക്കളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് അപ്പമായി മാറി ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നത്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരാൻ, ഞങ്ങളെ ഓരോരുത്തരെയും സ്വന്തമാക്കാൻ ഈശോ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ ഇപ്പോൾ ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ സമർപ്പിക്കുന്നു. അങ്ങ് അവരെല്ലാവരും അറിയുന്നു. ഒത്തിരിയേറെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഞങ്ങൾ വചനം കേട്ടു. തോബിത്തിൻ്റെയും സാറായുടെയും പ്രാർത്ഥന കേട്ടവനാണ് അങ്ങ്. രണ്ടുപേരുടെയും പ്രാർത്ഥന കേട്ട് രണ്ടുപേരെയും ഒരുമിപ്പിച്ച് രണ്ടുപേരുടെയും രണ്ട് കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചവനാകും. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുമ്പോൾ നിങ്ങളുടെ കരങ്ങളൊന്ന് യാചനാപൂർവ്വം പിടിക്കുക. എളിമപ്പെടണം. തോബിത്ത് പ്രാർത്ഥിച്ചപ്പോൾ എളിമപ്പെട്ടു. തോബിത്ത് എളിമപ്പെട്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. സാറ പ്രാർത്ഥിച്ചപ്പോൾ സാറ എളിമപ്പെട്ടു. സാറ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. എല്ലാവരും കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തോബിത്തിൻ്റെയും സാറയുടെയും പ്രാർത്ഥന കേട്ട് അവർക്ക് രണ്ടുപേർക്കുമുള്ള നിർദ്ദേശങ്ങളുമായി രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപോലെ പ്രവർത്തിക്കാൻ വേണ്ടി റപ്പായൽ എന്ന് പറയുന്ന മാലാഖയെ അയച്ച, പ്രധാന മാലാഖയെ അയച്ച ഈശോയെ ഞങ്ങളുടെ മേലും അയക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടണമേ. ഇതാ ഞങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. തോബിത്തിനെ പോലെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തോബിത്തിനെ പോലെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. തോബിത്തിനെ പോലെ നീതിയോടെ പ്രവർത്തിച്ചിട്ടും വിശുദ്ധിയിൽ ജീവിച്ചിട്ടും ജീവിതത്തിൽ ദുരിതങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറിപ്പോകാത്ത ജീവിതങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കരുണ കാണിക്കണമേ. ഇനി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല കർത്താവേ, കർത്താവേ, ഇടപെടണമേ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ സാറയെപ്പോലെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതാ ഞങ്ങൾ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാറ പ്രാർത്ഥിച്ചതുപോലെ ഹൃദയവ്യതയോടെ. ഒത്തിരി പേര് ഞങ്ങളെയും കളിയാക്കുന്നു. ദൈവത്തെ തേടി നടന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? നീ പ്രാർത്ഥനയുടെ പിന്നാലെ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി? നിൻ്റെ കുഴപ്പം കൊണ്ടൊക്കെയല്ലേ ഇതൊക്കെ സംഭവിച്ചത്? നിൻ്റെ കുഴപ്പം കൊണ്ടല്ല പരാജയം സംഭവിച്ചത്, നീയല്ലേ അത് ചെയ്തത്? നിൻ്റെ പാപം കൊണ്ടാണോ നിനക്ക് സംഭവിച്ചത്? പ്രിയപ്പെട്ടവർ, അങ്ങനെ കളിയാക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടാവാം. ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ അതെല്ലാം സമർപ്പിക്കുക. സാറയെ കളിയാക്കിയ വ്യക്തികളുടെ മുമ്പിൽ സാറ അടിപതറിയില്ല. സാറ മരിക്കാൻ തീരുമാനമെടുത്തപ്പോഴും മരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അപ്പനെ ഓർത്ത് മരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നിൻ്റെ മുമ്പിൽ മരണമായിരിക്കുമുള്ളത്. ഇനി അങ്ങോട്ട് മരിച്ചാൽ മതി. ആത്മഹത്യ ചെയ്യാൻ തീരുമാനം തീരുമാനം മാറ്റ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. സാറായുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതല്ലേ? സാറായുടെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. സാറ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കിനി മരിച്ചാൽ മതി, നീ എന്നെ മരിക്കാൻ അനുവദിക്കുക, എന്തിനിങ്ങനെ ജീവിക്കണം കർത്താവേ, അല്ലെങ്കിൽ എന്നോട് കരുണ കാണിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇടപെടണം കർത്താവേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിച്ച് സാറയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇടപെടണമേ.
കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാറായെപ്പോലെ ഇതാ ഞങ്ങളങ്ങനെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പൈശാചിക ശക്തികൾ, സാറായുടെ ജീവിതത്തെ നശിപ്പിച്ച, സാറായുടെ കുടുംബജീവിതം ഇല്ലാതാക്കി തീർത്തുകൊണ്ടിരുന്ന അസ്മാദേവസ് എന്ന പിശാചിനെ ബന്ധിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തോബിത്തിൻ്റെ കുടുംബജീവിതത്തിൽ സാമ്പത്തിക പരാധീനതകൾ, കുറവുകളുണ്ടായപ്പോൾ തോബിത്ത് പ്രാർത്ഥിച്ചു. തോബിത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഇടപെടൽ അങ്ങ് നടത്തി. തോബിത്തിന് സൗഖ്യം നൽകി. കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുകളോട് കടന്നു പോകുന്ന മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ വൈഷമ്യങ്ങൾ നേരിടുന്ന മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം അങ്ങയുടെ നാമത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇടപെടണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവേ, ഈ മക്കളുടെ ജീവിതങ്ങൾ ഇടപെടണമേ. കർത്താവേ, ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവമേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമേ, അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയും അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവേ, ഇപ്പോൾ വിഷമത്തോടെ ഇരിക്കുന്നവർ നാളെ സന്തോഷത്തോടെ അങ്ങേക്ക് നന്ദി പറയുവാൻ, കർത്താവേ, ഈ ശുശ്രൂഷയിലൂടെ ദൈവാനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് പറയാൻ തക്ക വിധത്തിൽ, സാക്ഷ്യം പറയുവാൻ തക്ക വിധത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവേ, ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് നിവൃത്തിയില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ലെന്ന് സാറായെപ്പോലെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. നാളെ അങ്ങ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ തക്ക വിധത്തിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ രോഗസൗഖ്യങ്ങൾ നൽകണമേ. ശാരീരിക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗമുള്ള ശരീരഭാഗങ്ങളിലേക്ക് ഇപ്പോൾ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ നിമിഷം തന്നെ സൗഖ്യം സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇപ്പോൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. മാറ്റങ്ങളുണ്ടാവട്ടെ. കർത്താവേ, സാമ്പത്തിക തടസ്സങ്ങളുള്ള മക്കൾ, വീട് പണിയുടെ തടസ്സങ്ങളുള്ള മക്കൾ, സ്ഥലം വിൽക്കുവാനുള്ള തടസ്സങ്ങളുള്ള മക്കൾ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ വലിയ കൃപയും അനുഗ്രഹവും കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങ് ഈ കുടുംബത്തെ ആശീർവദിക്കുമ്പോൾ, കർത്താവെ, അങ്ങ് ദിവ്യകാരുണ്യ നാഥനായി ആശീർവദിക്കുമ്പോൾ ഈ മക്കളെയും കുടുംബങ്ങളെയും സമൃദ്ധിയിൽ നിറയ്ക്കണമേ. അനുഗ്രഹങ്ങൾ നൽകണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ നെഗറ്റീവ് ശക്തികൾ മാറിപ്പോകട്ടെ. എല്ലാ പരാധീനതകളും മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ കുടുംബങ്ങളിൽ ധാരാളമായിട്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം കുരിശടയാളം വരച്ചുകൊണ്ട് സ്വീകരിച്ച് നമുക്ക് തിന്മകളിൽ നിന്ന് മുക്തി നേടാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമകാരുണ്യ